ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൺ പീസ് ചാപ്റ്റർ 1166ൻ്റെ സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിലെന്തൊക്കെയാണുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലും മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ ആനിമെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിലൊന്നും ഇവിടെ റിവീൽ ചെയ്തിട്ടില്ല. നമ്മുടെ കവർ സ്റ്റോറിയിലാണെങ്കിലും നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് നല്ല ചൂടുള്ള പൊട്ടറ്റോസ് തിന്നുന്നൊരു സീനാണുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർലിംഗ് ഫിഗർലൻഡാണ് നമ്മുടെ റോക്സിനെ ഫൈനൽ ബ്ലോ കൊടുത്ത് തീർക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ റോജറും ഗാർപ്പും കൂടി നമ്മുടെ റോക്സിനെ ഏകദേശം കൊന്ന രീതിയിൽ തന്നെ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഗാർലിംഗ് വന്ന് ഒരു ഫൈനൽ ബ്ലോ കൂടി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തോട് കൂടി നമ്മുടെ ഗാർലിംഗ് നമ്മൾ വൺ പീസിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഫ്രോഡായി മാറിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും, ഗാർലിങ്ങിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡർ ഓഫ് ഫാമിങ്ങും ഇപ്പോൾ ഇവിടെ ഗാർലിംഗ് ഗോഡ് വാലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഇപ്പം പോയിട്ട് ചാവാനിരിക്കുന്ന ഒരാളെ പോയി അറ്റാക്കും ചെയ്ത് ഗാർലിങ്ങിന് ആകെ ഫൈറ്റ് ചെയ്യാൻ പറ്റുക തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോട് മാത്രമാണ്. തൻ്റെ ഭാര്യ, അതുപോലെ തന്നെ സെലസ്റ്റിയൽ ഡ്രാഗൺസ്, ഇപ്പം ചാവാനായിരിക്കുന്ന റോക്സ്, ഇവരോടൊക്കെയാണ് നമ്മുടെ ഗാർലിങ്ങിനെ കൊണ്ട് ആകെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ ഗാർലിംഗ് ചാമ്പ്യൻ ഓഫ് ഗോഡ് വാലി ആയതെന്ന് ദൈവത്തിനറിയാം. ഈ ഒരു സംഭവം കൂടി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വൺ പീസിൽ തന്നെ ഏറ്റവും ഹേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് നമ്മുടെ ഗാർലിംഗ് ഇപ്പം മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഗോഡ് വാലി ഐലൻഡ് സിങ്ക് ഇൻ ടു സീ. ഗോഡ് വാലി നമ്മുടെ കടലിലേക്ക് താഴ്ന്നു പോയെന്നാണ് പറയുന്നത്, മുങ്ങിപ്പോയെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. നമ്മുടെ ഇമൂസമ്മ നമ്മുടെ ഗോഡ് വാലി നശിപ്പിക്കാൻ പറയുന്നത് നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് നശിപ്പിച്ചതൊന്നും ഇത് പറയുന്നില്ല. ഏൻഷ്യൻ വെപ്പൺ യൂസ് ചെയ്തിട്ടാണോ അല്ലയോ എന്നൊന്നും ഇത് പറയുന്നില്ല. ഗോഡ് വാലി മുങ്ങിപ്പോയെന്നേ പറയുന്നുള്ളൂ. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡിൻ്റെ റിയാക്ഷൻ ഉണ്ട്. നമ്മുടെ റോക്സ് പാരറ്റ്സിൻ്റെ ഡിഫീറ്റ് അറിഞ്ഞപ്പോൾ ജനങ്ങളുടെ എല്ലാം പ്രതികരണം ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോക്സ് തൻ്റെ ഡ്രീം ലോക്കിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കിങ് ഓഫ് ദ വേൾഡ് ആകണമെന്ന്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മളെ ലോക്കി ഈ ലോകം തന്നെ നശിപ്പിക്കുന്നു പറയുന്നത്. നമുക്കറിയാം നമ്മുടെ റോക്സ് നമ്മുടെ ഇമൂസമ്മേനെ വേൾഡ് എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ വേൾഡ് എന്നതുകൊണ്ട് ലോക്കി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇമൂസാമേനെയായിരിക്കും. ഇമൂസാമേനെ ഡിഫീറ്റ് ചെയ്യണം അല്ലെങ്കിൽ വേൾഡ് ഗവൺമെൻറ്റിനെ നശിപ്പിക്കണം എന്നായിരിക്കും വേൾഡ് എന്നതുകൊണ്ട് നമ്മുടെ ലോക്കി ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അങ്ങനെയാണ് വരാൻ ചാൻസ് കൂടുതൽ. അതുമാത്രമല്ല നമ്മുടെ റോക്സിൻ്റെ വില്ലാണ് നമ്മുടെ ലോക്കി ക്യാരി ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. എനിക്കും ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ സ്വഭാവവും നമ്മുടെ റോക്സിൻ്റെ സ്വഭാവവും തമ്മിലൊരു ബന്ധമില്ല. എന്താണെന്ന് വെച്ചാൽ റോക്സ് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ളത്, ആരെയും ബിട്രേ ചെയ്യാത്തൊരു ക്യാരക്ടറായിട്ടാണ് ഇതുവരെ കാണിച്ചിട്ടുള്ളത്. എന്നാലും നമ്മുടെ ബ്ലാക്ക് ബീഡ് ആയിക്കോട്ടെ അങ്ങനെയൊന്നുമില്ല, വെറും ചെറ്റയായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ റോക്സിൻ്റെ വില്ല് കയറി ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ ലോക്കി തന്നെയായിരിക്കും. പിന്നെ ഈ സ്പോയിലർ പ്രത്യേകിച്ചുള്ളത് നമ്മുടെ ഷാങ്സിനെ നമ്മുടെ റോജർ പൈററ്റ്സ് ആ ചെസ്റ്റ് ബോക്സിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. പിന്നെ നമ്മുടെ ഡ്രാഗനെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം അവർ പ്രിസണിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഗാർപ്പ് നമ്മുടെ ഡ്രാഗനെ കാണാൻ വരികയും അവിടെ നിന്ന് നമ്മുടെ ഗാർപ്പ് നമ്മുടെ ഡ്രാഗനെ വിസിറ്റ് ചെയ്തതിന് ശേഷം ഫ്രീ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഈ സ്പോയിലർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നമ്മുടെ ഡ്രാഗനെയും ഗാർപ്പിനെയും ഒരു സീനിൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയും. അവർ തമ്മിൽ എന്തെങ്കിലും കോൺവെർസേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇതുവരെ റിവീൽ ആയിട്ടില്ല. ഒരു പക്ഷേ എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. പിന്നെ നമ്മുടെ അവസാന ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കിങ് ഹെറൽഡ് തൻ്റെ ഹോൺസ് മുറിച്ച് കളയുന്നുണ്ട് നമ്മുടെ റോക്സിൻ്റെ ഡെത്ത് അറിഞ്ഞപ്പോൾ. ഇതൊരു പക്ഷേ ഇനി തനിക്ക് ഫൈറ്റൊന്നും ചെയ്യേണ്ടി വരില്ലെന്ന് വിചാരിച്ചിട്ടാണോ ഹോൺസ് മുറിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള തയ്യാറെടുപ്പാണോ എന്നൊന്നും ഇവിടെ റിവീൽ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റായിട്ട് നമ്മുടെ ഹെറൽഡ് ഫൈറ്റ് ചെയ്യാൻ പോകുമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറുകളിൽ എന്തെങ്കിലും ഐറ്റം വാങ്ങണമെങ്കിൽ നമ്മുടെ ചാനൽ പേജ് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.